എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മനുമോൻ്റെ പെറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളുടെ മാർലോയ്ക്ക് വേണ്ടി ഒരു ഡോഗ് ഫ്രണ്ട്ലി കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി യൂട്യൂബിലും പിൻട്രസ്റ്റിലും ഒക്കെ സെർച്ച് ചെയ്തു വളരെ സിമ്പിളായിട്ടൊരു ക്യാരറ്റ് കേക്കാണ് ഞാൻ അവന് വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ വന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. എപ്പോൾ ഞാൻ ഈ മീഡിയ ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാലും അച്ഛൻ എപ്പോഴും എന്നെ കളിയാക്കും, ഇത് മറ്റേ വന്ദനത്തി മോഹൻലാലിൻ്റെ പാവാടയല്ലേ എന്ന് പറഞ്ഞ്. കണ്ടപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി. കേക്കിൻ്റെ ആഫ്റ്റർ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോഴേക്കും മാർലോയും മനുമോനും എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഇതാണ് എൻ്റെ മനുമോൻ, ഇതാണ് ഞങ്ങളുടെ മാർലോ. മാർലോയ്ക്ക് ഇങ്ങനെ കാറിൽ ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു അവൻ. അപ്പോഴേക്കും ഞങ്ങൾ ബാക്കിയുള്ളവരെയും കൂടെ പിക്ക് ചെയ്ത് ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷനിലേക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി. മാർലോ ഭയങ്കര ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോഗാണ് കേട്ടോ. അവന് മറ്റുള്ളവരെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പോൾ അവൻ അവരെ കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓടിച്ചെല്ലാനും മണക്കാനും നക്കാനും വാലാട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മിക്ക ആൾക്കാർക്കും അവരെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഒരു പട്ടി ഓടി വരുന്ന കാണുമ്പോൾ ആരായാലും പേടിക്കും. അന്നേ ദിവസത്തെ എൻ്റെ തലവര കണ്ട് ഐത്തങ്ങ് ഞെട്ടിപ്പോയി. ഇത്രയും തലവരയുള്ള ആളായിരുന്നോ നീ? അങ്ങനെ നമ്മുടെ മാർലോയുടെ ബർത്ത്ഡേ കേക്ക് കുറച്ച് ഡോഗ് ട്രീറ്റ്സ് ഒക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് അങ്ങ് അലങ്കരിച്ച് അലങ്കോലമാക്കി. നീയൊക്കെ എന്ത് തേങ്ങയടി കാണിക്കുന്നതെന്ന് കരുതി അക്ഷമനായി മാർലോ നിൽക്കുമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ മാർലോയുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, എൻ്റെ ബർത്ത്ഡേ കേക്കിന് 1 ഡിമാൻഡ് ആയിരുന്നു കേട്ടോ. അവൻ കൊടുത്ത പീസ് മുഴുവൻ ഞപ്പെന്ന് പറഞ്ഞ് അടിച്ചു കയറ്റി. അങ്ങനെ ഒരു സൺഡേ മാർലോയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കണ്ടത്തിൽ കിടിലൻ സൺസെറ്റ് ഒക്കെ കണ്ട് കിടിലായിട്ട് എൻഡ് ചെയ്തു.